അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാമോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് കഥ കേട്ടിരുന്നു. കഥ കേട്ടു, നല്ല സ്ക്രിപ്റ്റ്. പിന്നെ എന്തോ നന്നായിരുന്നു. ഒരെണ്ണം കൂടി കിട്ടിയത്. എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതുപോലൊപ്പം തന്നെ നല്ല ടെൻഷനും ഉണ്ട്. ബിക്കോസ് ഇതിനു മുമ്പ് ചെറിയ ചെറിയ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മാസിനൊരു കുറച്ച് നല്ല ക്യാരക്ടറായിട്ട് വരുന്ന ആദ്യമായിട്ട്, അപ്പോൾ അതുകൊണ്ടൊരു ടെൻഷനുണ്ട്. ഇല്ല, ഞാൻ ആക്ച്വലി ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ കുഞ്ഞി കുഞ്ഞി, അങ്ങനെ അത് പറയത്തക്ക വിധത്തിൽ ഇല്ല. ചെറുതായിട്ട് ബസൂക്കയിലുണ്ട് ചെറിയൊരു റോൾ, അപ്പൊ അത് ഇറങ്ങിയിട്ടില്ല. ഇത് ഒരു കുറച്ചുകൂടി നല്ലൊരു റോൾ ആയിട്ട് ഇതിൽ കിട്ടി. പിന്നില്ലേ നമുക്ക് കാണുമ്പോൾ എന്തോ കോമ്പിനേഷൻ ചെയ്യുന്നല്ല, പക്ഷെ നമുക്ക് ഉണ്ടായിരുന്നു ആ സൈഡിൽ. ആ പിന്നെ നമുക്ക് അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പറയത്തക്ക മാത്രമൊന്നുമില്ല. പക്ഷെ നമ്മള് ഒരേ സെറ്റിൽ ഉണ്ടായിരുന്നു, ഒരേ സീനിൽ ഒരേ പിന്നെ മമ്മൂക്കയുടെ കൂടെ ചെറിയ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാന്ന് ഇല്ല ഉള്ള കാര്യം. അതിപ്പോ എങ്ങനെയാ പറയാ, അല്ല നല്ലൊരു ക്യാരക്ടറുണ്ട് മൂവിയില്. ഇപ്പോ ഹാപ്പിയാണ്, ടെൻസ്ഡാണ്, എക്സൈറ്റ്മെന്റ് ഉണ്ട്, എല്ലാം കലർന്നൊരു ഫീലിംഗ് ആണ്. ഞാനോ അതായിരിക്കും നല്ലത്. ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്താ ചെറുതാണെങ്കിലും ഗ്യാപ്പില്ലാണ്ട് ചെയ്യാൻ പറ്റിയാൽ മതി. ഫേമസ് ഒന്നുമല്ല, ആൾക്കാർക്ക് തിരിച്ചറിയുന്ന ഒരവസ്ഥ. ഭയങ്കര സന്തോഷമാണ്. അത്രയും വർക്ക് ചെയ്തെങ്കിലും ആ ഒരൊറ്റ ഡയലോഗ് കൊണ്ടാണ് മനസ്സിലാകുന്നത്. പറയണം പറ്റില്ല. അല്ല, അത് കഴിഞ്ഞിട്ടല്ല, അല്ല അതിന് മുമ്പ് ചെയ്തത് നവംബറില് 2-3 ഉണ്ടാവും. പണിയിൽ കണ്ടില്ലേ? സിനിമ അഭിലാഷം വരുന്നുണ്ട്. പിന്നെ ടൈറ്റിൽ മാറ്റി എന്ന് പറയുന്നത് ജന്നപ്യാരിയുടെ ഡയറക്ടർ. ചേര വരുന്നുണ്ട്. ചിലതിൻ്റെ ടൈറ്റിൽ വന്നിട്ടില്ല. പിന്നെ ആഭ്യന്തര കുറ്റവാളിയാണ് ഒരുവിധം ഫുൾ റോളുള്ളത്, അമ്മയായിട്ട് ഹസ്ബൻഡ്. എല്ലാവരും ഹാപ്പി ആയിട്ട്. ഓക്കെ. അല്ല സാറേ, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, താങ്ക് യു. ക്യാരക്ടർ ഉണ്ട്, അങ്ങനെ ക്യാരക്ടർ റോളാണ്, കുഴപ്പമില്ലാത്ത റോളാണ്. അങ്ങനൊന്നും ഇല്ല. അങ്ങനൊന്നും ഇല്ല. താങ്ക് യു, ഒരുപാട് സന്തോഷം. ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 2 റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ സഞ്ജയൻ ഇപ്പോൾ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാം ഓൺ ദ വേ ആണ്. സഞ്ജേട്ടാ വൈഫ് ലക്ഷ്മി ചെയ്യുന്നുണ്ട് മൂവി. ഞാൻ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു മൂവി ആയിരുന്നു. അതിന് മാർച്ചിലെ കാര്യങ്ങൾ റിലീസ് കഴിഞ്ഞതേ ഉള്ളൂ. മാർച്ചിലേക്ക് കാണും മിക്കവാറും. അതിൻ്റെ ഡേറ്റ് ആയിട്ടില്ല, കഴിഞ്ഞതേ ഉള്ളൂ. അതെ.
എന്തോ ഞാൻ ആദ്യം ചെയ്തത് മധുര മനോഹരമോ, അത് റിലീസായിരുന്നു. ആ പുള്ളിയുടെ തന്നെ അടുത്ത പടം പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന്. മൂവിയെ കുറിച്ചൊന്ന് പറയോ? സിനിമ ഒരു മന്ദാകിനി പോലെ തന്നെ വളരെ ഫാമിലിക്ക് എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു കോമഡി പടമാണ്. അതേ പറയാൻ പറ്റുള്ളൂ. സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നവാഗതനായ സംവിധായകനാണ്. പിന്നെ അന്നയുണ്ട്, അന്നരാജനുണ്ട്, പ്രസാദ് ഉണ്ട്, പിന്നെ ജോമോൻ, അത് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. എന്തോ പേരിട്ടിട്ടില്ലല്ലോ അല്ലേ? മനസ്സിലായില്ലേ? അതെ അതെ അതെ. മന്ദാകിനിയുടെ വിജയത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ജോഡികളായിട്ട് നടക്കുന്ന മൂവിയല്ലേ? അതെ. ഫൽസാഫിക്കയുടെ കൂടെ ചെയ്യുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് കാണുന്നതാണല്ലോ. അത് എങ്ങനെയുണ്ട്? സിങ്ക് എങ്ങനെയുണ്ട്? നമ്മളത് ഭയങ്കര സിങ്കാണ്. എപ്പോഴും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു അടുത്ത പടം ചെയ്യാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഐ എം ഓൾറെഡി കംഫർട്ടബിൾ വിത്ത് ഒരു സ്റ്റാർട്ടിംഗ് റോളിന്റെ ആവശ്യമല്ല. ഭയങ്കര രസമായിട്ട് നമ്മൾ ആ ഒരു സിംഗിൾ ചെയ്യാമെന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ ഐ എം വെരി എക്സൈറ്റഡ്. അത് പടം എടുക്കാനുള്ള ഒരു കാരണം അത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അനർക്കലി മലയാളത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നായികയായിട്ട്. അതായത് ജനഹൃദയങ്ങൾ കീഴടക്കുന്ന നായിക മന്ദാകിനിക്ക് ശേഷം അല്ലേ? അതേപറ്റി എന്താ പറയാനുള്ളത്? അതേപ്പറ്റി ഞാൻ എന്താ പറയാനാണ്, സന്തോഷമുണ്ട്. ഇടവേളക്ക് അത്ര വലിയ ഇടവേളൊന്നും വന്നിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. ഗഗനചാരി കഴിഞ്ഞാൽ ഇങ്ങോട്ട് മൂവിയുടെ പിന്നെ വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഞാൻ കുറച്ച് ചൂസ് ചെയ്യാണ്. ഇങ്ങനെ ഭയങ്കര എനിക്ക് അത്ര ഇഷ്ടമായിട്ടുള്ള ചെയ്യുമ്പോൾ പടം ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം വരുന്ന പടം എപ്പോഴാണ് വന്നത്. ആയതുകൊണ്ട് സന്തോഷം. ഹ്യൂമറസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് എങ്ങനെ വർക്കാവുമെന്ന് ഉറപ്പായിട്ടും തിയേറ്ററിൽ വരുമ്പോഴേ പറയാൻ പറ്റും. അതിന്റെ ഒരു ടെൻഷനാണ്. ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അൽത്താഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മന്ദാകിനി ചെയ്തതാണ്. പക്ഷേ ഈ ജോമോൻ ജോദറായിട്ടുള്ള കോമ്പിനേഷൻ സീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഭയങ്കര രസമുള്ള കുറെ ചിരിക്കാനുള്ള മന്ദാകിനി പോലെ തന്നെ ചിരിക്കാനുള്ള ഒരു പടമാണ്. ജോമോനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് നമ്മള് കണ്ടതാണ്. ഗുരുവായൂരപ്പള്ളാടയിലൊക്കെ ഇത് അടിപൊളിയായിരുന്നു. വാഴയിലൊക്കെ ആണെങ്കിലും ഐ എം വെരി എക്സൈറ്റഡ് ടു വർക്ക് വിത്ത്. ഇങ്ങനൊരു കോമഡി ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര മൂഡ് അപ്ലിഫ്റ്റ് കൂടെയാണ്. ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്ത് ഭയങ്കര സന്തോഷത്തിന് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റും. അതാണൊരു കോമഡി പടം ചെയ്യുന്നതിന്റെ ഒരു രസം തന്നെ അതാണ്. മന്ദാകിനിയും അങ്ങനെ തന്നെയായിരുന്നു. അത് തന്നെ എനിക്ക് ഈ പടത്തിൽ ഉണ്ടാവും വിചാരിക്കും. അൽത്താഫിയുടെ കൂടെ ഒരു കോമഡി ചെയ്യുന്ന വേറെയും റേഞ്ച് ഫാക്ടേഴ്സ് ഇതിന്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഹ്യൂമർ ചെയ്യാനാണോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എൻജോയ് ചെയ്യുന്നത് കോമഡി റോൾസ് ആകുമ്പോൾ കുറച്ചുകൂടെ രസമായിട്ട് ഞാൻ പറഞ്ഞ സന്തോഷത്തോടെ ചെയ്യാം. അതാണ് വിളിക്കുന്നു ഞാൻ കോമഡിയാ. കുറച്ച് ആൾക്കാരുണ്ട്. ഹ്യൂമർ പരിപാടിയാണ്. കോൺഫിഡൻസ് വീണ്ടും ഒരു ഹിറ്റ് പടത്തിന്റെ ഭാഗമാകാൻ പോവുകയാണോ? എന്ത് തോന്നുന്നു? ഭാഗമാകാൻ പോകുന്നു. നല്ല ഹിറ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഇതും ഉറപ്പായിട്ടും ഹിറ്റാവുന്ന പ്രതീക്ഷയുണ്ട്. ജോമോനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ തന്നെ ആരാധകർക്ക് കയ്യടിയും ചിരിയുമാണ്.
കാരണം അത്രയും fans ശരിയായിരിക്കും. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഗുരുവായൂരമ്പലനാടെ ആണെങ്കിലും വാഴയാണെങ്കിലും നല്ലൊരു ബിൽഡുമൊക്കെ ഇതിനകത്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ മാറ്റിയിരിക്കാനായിരിക്കും. ഇതും അടിപൊളിയാണ് ക്യാരക്ടർ. ഞാൻ വായിച്ചു നോക്കിയത് 2 തവണ കഥ കേട്ടായിരുന്നു. പിന്നെ എല്ലാ സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്. വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര വർക്കാണ്. വാഴ 2 അവര് റൈറ്റിങ്ങിലാണ്, ഉണ്ടാവില്ല എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങും തോന്നുന്നു. വാഴ 3 പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലോ, വിൻചേട്ടൻ വാഴ 3യുടെ കേസ് ഒന്നും പറഞ്ഞിട്ടില്ല. 2 എന്തായാലും എഴുതുന്നുണ്ട്. അവരുടെ കഥയാണ്. സീരിയസ് ക്യാരക്ടർ പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം വരുന്നതനുസരിച്ച് നമുക്ക് നല്ല പരിപാടിയാണെന്നുണ്ടെങ്കിൽ പിടിക്കാന്നുള്ളതാണ്. അങ്ങനെ പക്ഷെ മാറി വരുന്നുണ്ട്. ഈ കുറച്ച് വേറെ നെഗറ്റീവ് പരിപാടികളൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ലത് നോക്കിയതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയൊക്കെ ചെയ്യാന്നുള്ളതിൽ ഇപ്പം മരണമാസം കഴിഞ്ഞായിരുന്നു. ഇനിയിപ്പം ബിബിൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം തുടങ്ങാൻ പോകുന്നുണ്ട് 15-ാം തീയതി. അല്ലല്ല, ബിബിൻ ദാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാഴയുടെ പ്രൊഡക്ഷൻ. അല്ല, ഇതില് നല്ല ഹ്യൂമറും എല്ലാം ഉണ്ട്. ഹ്യൂമർ വരുന്നുണ്ട്, ചില പോയിന്റിൽ സീരിയസ് ആവുന്നുണ്ട്. രസമുള്ള പരിപാടിയാണ്. ഇപ്പം മരണമാസത്തിന്റെ ഷൂട്ടില് ബേസിലായിട്ടുണ്ട്. അതും ഹ്യൂമറാണ്. നമുക്കിപ്പോ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോയാൽ മതി. എലമെന്റ്സ് ഓഫ് സിനിമയുടെ ആദ്യത്തെ ഇന്ന് പൂജ കഴിഞ്ഞു. അപ്പൊ ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട്